എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ തേർഡ് സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ അക്കൗണ്ടിങ് ഫോർ ഡിബഞ്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. വീഡിയോയിൽ നമ്മൾ ഇങ്ങനൊരു ചാർട്ടിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന് 6 രീതി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 6 രീതിയിലാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. അവ ഓരോ രീതി വരുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്യുക, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജേണൽ എൻട്രി ചെയ്തതിനേക്കാൾ മുന്ന് ഈ 3 വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫേസ് വാല്യൂ, ഒറിജിനൽ വാല്യൂ, അതായത് ഒരു ഡിബഞ്ചറിൻ്റെ ഒറിജിനൽ വാല്യൂ, അത് നമ്മൾ ഇതും കൂടി പറയും നോമിനൽ വാല്യൂ, പെയർ വാല്യൂ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ഷെയറിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും കൂടെ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ 3 വാല്യൂ ഒക്കെ തരുമ്പോൾ നമുക്ക് എന്താണ് ഫേസ് വാല്യൂ, എന്താണ് ഇഷ്യൂ പ്രൈസ്, എന്താണ് റിഡംഷൻ വാല്യൂ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കിയാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ജേണൽ എൻട്രിയിൽ എമൗണ്ട് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഇഷ്യൂ പ്രൈസ് ആണ്. എമൗണ്ട് റിസീവ്ഡ് പെർ ഡിബഞ്ചർ. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയാണ്, നമ്മൾ സാധനം ഇഷ്യൂ ചെയ്യാനുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയാണ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിഡംഷൻ വാല്യൂ ആണ്. എമൗണ്ട് റീപെയ്ഡ് പെർ ഡിബഞ്ചർ അറ്റ് മെച്യൂരിറ്റി സമയത്ത് ഡിബഞ്ചറിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസയാണ് റിഡംഷൻ വാല്യൂ. ഓക്കെ, ഡിബഞ്ചറിൻ്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഒരു 6 കേസാണ് നമുക്കുള്ളത്. ഈ 6 കേസ് വരുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 6 കേസിൽ ഈ പ്രീമിയം വരുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് നിങ്ങൾക്ക് കുറച്ചൊരു കോംപ്ലിക്കേഷൻ തോന്നുന്നത്. കാരണം അവിടെ 2 എലമെൻറ്റ് കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഈ പ്രീമിയം വരുന്ന കേസിൽ 2 എലമെൻറ്റ് കൂടുതൽ വരുന്നു പറഞ്ഞു അല്ലേ. ഇതാണ് ആ 2 എലമെൻറ്റ്. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറും പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചറും. ഒന്നുമില്ല, നമ്മൾ സാധാരണ എൻട്രി ചെയ്യുമ്പോൾ ഈ 2 എലമെൻറ്റ് കൂടി അവിടെ എഴുതാം. ഇതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ജേണൽ എൻട്രി ചെയ്താൽ പഠിക്കാം. നമുക്ക് ഓരോ കേസായിട്ട് നോക്കാം കേട്ടോ, എങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി വരാമെന്നുള്ളത്. ഇതാണ് ഫസ്റ്റത്തെ കേസ്. ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാണ്, അത് അതിൻ്റെ പാർ വാല്യൂയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് റിഡീം ചെയ്യുന്നതും പാർ വാല്യൂയിലാണ്. അപ്പോൾ നമുക്ക് വേറെ കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജേണൽ എൻട്രി ചെയ്താം. അപ്പോൾ പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഫേസ് വാല്യൂ ആണ് അല്ലേ. ഫേസ് വാല്യൂ ഫോർ എക്സാമ്പിൾ 100 രൂപയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ പ്രൈസ് എത്ര തന്നെയാണ്, 100 രൂപ തന്നെയാണ്. ഇഷ്യൂഡ് അറ്റ് പാർ വാല്യൂയിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അത് എത്രയാണോ ഫേസ് വാല്യൂ ആ വാല്യൂയിൽ തന്നെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. റിഡീം ചെയ്യുന്നതോ സെയിം ആ പ്രൈസിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ 3 വാല്യൂ എന്താ 100 തന്നെയാണ്. ഈ ഫേസ് വാല്യൂ എത്രയാണോ അതിൽ തന്നെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതും അതിൽ തന്നെയാണ് നമ്മൾ റിഡീം ചെയ്യുന്നതും. ഓക്കെ, ജേണൽ എൻട്രി നോക്കാം. 2 എൻട്രിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ ഫോർ റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുത്തിട്ടുള്ളത് ലംസമായിട്ട് നമുക്ക് എമൗണ്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ജേണൽ എൻട്രീസ് ഒക്കെ എഴുതുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഷെയറിൽ പഠിച്ച പോലെ അലോട്ട്മെൻറ്റ് മണി ഇത്ര, ആപ്ലിക്കേഷൻ മണി ഇത്ര, അതങ്ങനെ പാർട്ടായിട്ട് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് രൂപത്തിൽ നമുക്ക് കിട്ടാം. അപ്പോൾ അത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലംസമായിട്ട് എമൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതുന്നത്. ഫസ്റ്റത്തെ എൻട്രി വരുന്നത് ഫോർ റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണിയാണ്. അപ്ലിക്കേഷൻ മണി നമുക്ക് കിട്ടുമ്പോൾ ഉള്ള എൻട്രിയാണ് അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. എത്ര എമൗണ്ട്, ഇഷ്യൂ ചെയ്യുന്ന പ്രൈസാണ്. ഫേസ് വാല്യൂ അല്ല, ഇഷ്യൂ ചെയ്യുന്ന പ്രൈസാണ്. ഇഷ്യൂ ചെയ്യുന്ന പ്രൈസെല്ലാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാം. അപ്പോൾ ആ എമൗണ്ട് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രി എഴുതി. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഫോർ ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ മണി ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഡിബഞ്ചർ അപ്ലിക്കേഷൻ വഴി നമുക്ക് കിട്ടിയ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ ഷെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ ഒരു ഡെമ്മി എൻട്രിയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രെഡിറ്റ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എന്തിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം, ടു ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ക്രെഡിറ്റ് ചെയ്യാൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് എപ്പോഴും ഫേസ് വാല്യൂ മാത്രമേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് തരുന്ന പ്രൈസ് ഫേസ് വാല്യൂ, ഇഷ്യൂ പ്രൈസും റിഡംഷൻ വാല്യൂ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളൊന്ന് സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോബ്ലത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരും. ഈ എമൗണ്ട് ഒന്ന് നോക്കിയാൽ മതി, ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ഫേസ് വാല്യൂ മാത്രമേ പോകുള്ളൂ. നമ്മുടെ സെക്കൻഡ് കേസ്, ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂയിൽ, അതായത് ഫേസ് വാല്യൂയിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ റിഡീം ചെയ്യുന്നതോ അത് പ്രീമിയത്തിലാണ്. അതായത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് വാല്യൂയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുകയാണ്. അതായത് ഫേസ് വാല്യൂം ഇഷ്യൂ പ്രൈസും സെയിം ആണ്. പക്ഷേ റിഡീം ചെയ്യുന്ന സമയത്തോ എക്സ്ട്രാ നമ്മൾ
പേ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്താ നമ്മുടെ നഷ്ടമാണ് അല്ലേ, നമ്മളവിടെ കൊടുക്കണം. അതെന്താ പ്രീമിയം വരുമ്പോൾ നമ്മൾ പറഞ്ഞു 2 സാധനം വരുന്നുണ്ട്, 2 എലമെൻറ്റ് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ഒന്ന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആ ഒരു എൻട്രീസ് ഇവിടെ കയറി വരുന്നുണ്ട്. കാരണം എന്താ, റിഡീമബിൾ അറ്റ് പ്രീമിയം. അപ്പോൾ പ്രീമിയം കണ്ട വശം നമ്മുടെ മനസ്സിലേക്ക് ആ 2 എലമെൻറ്റ് കൂടി ഓടിയെത്തണം. ഓക്കെ, എൻട്രി എന്താ, ഫോർ റിസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ഏത് എമൗണ്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത പ്രൈസ് അല്ലേ, അതല്ലേ നമുക്ക് ബാങ്കിൽ വരാം. അപ്പോൾ ഇഷ്യൂ ചെയ്ത പ്രൈസ് 100 എഴുതി. നെക്സ്റ്റ് എന്താ, ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്, അപ്ലിക്കേഷൻ മണി ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലേ. അപ്പോൾ ഈ ഡിബഞ്ചർ അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആണ്, നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഏത് അക്കൗണ്ടിലേക്കാണ്, ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഈ 2 എൻട്രി എന്താ, നമ്മൾ സാധാരണ പഠിച്ച് തന്നെ നേരെ അത് എഴുതാം. ഇനി ഇവിടെ പ്രീമിയം വരുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു 2 എലമെൻറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്, ഒന്ന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ഒന്ന് ക്രെഡിറ്റ് ചെയ്യണം ഇല്ലേ. ആ സെയിം സാധനം എഴുതിയാൽ മതി, കഴിഞ്ഞു, ജേണൽ എൻട്രി കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഇവിടെ എഴുതേണ്ട എമൗണ്ടിൻ്റെ കേസിലാണ് അല്ലേ. ഡിബഞ്ചർ അപ്ലിക്കേഷനെ കൊണ്ട് എത്രയായിരുന്നു, 100 അല്ലേ, ഇവിടെ ക്യാൻസൽ ചെയ്യണത് 100 അല്ലേ, സെയിം എഴുതി. ഇനിയോ പെർസെൻറ്റേജ് ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എത്രയാണ്, ഫേസ് വാല്യൂ മാത്രമേ പോകാൻ പാടുള്ളൂ അല്ലേ, 100. ഓക്കെ, അപ്പോൾ പ്രീമിയം വരുന്നത് കൊണ്ടാണ് ഈ 2 എൻട്രി എഴുതണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ 2 എൻട്രി മറന്നു പോരുത് കേട്ടോ. ഒരു ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് എഴുതാണ്ടിരിക്കരുത്. കാരണം എന്താ, ഇവിടെ ഒരു വേർഡ് വരുന്നുണ്ട്, പ്രീമിയം എന്ന വേർഡ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ 2 എൻട്രിയും കൂടി അവിടെ എഴുതണം. ഓക്കെ, ഇനി ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്താ, 20 രൂപ അല്ലേ. നമ്മുടെ ക്യാപിറ്റൽ ലോസാണ്. നമ്മൾ 100 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്, പക്ഷേ അത് 120 രൂപ കൊടുക്കണം, 20 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം അല്ലേ. അത് നമ്മളെ സംബന്ധിച്ച് എന്താ, ലോസാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി സെയിം സാധനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്, ഈ പ്രീമിയം ആണ് റിഡംഷൻ അക്കൗണ്ട് അല്ലേ. അതെന്താ, നമ്മുടെ ലൈബിലിറ്റിയാണ്. ഈ പ്രീമിയത്തിൻ്റെ സമയത്ത് നമ്മൾ കൊടുത്തേ പറ്റൂ. അത് നമ്മുടെ എന്താണ്, ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ലോസാണ്. ലോസ് നമ്മൾ മുൻകൂട്ടി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്ന് എൻട്രീസ് ഒന്ന് കാണാപ്പാടം പഠിച്ചു വെച്ചാലും മതി, അങ്ങനെ ആലോചിക്കണമെന്നില്ല. എമൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. 3 നോക്കാം അല്ലേ. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. അതായത് ഫേസ് വാല്യൂ 100 രൂപയാണ്, ഇഷ്യൂ ചെയ്യുന്നതോ 110 രൂപയ്ക്ക്, തിരിച്ചു കൊടുക്കുന്നതോ 100 രൂപയ്ക്ക്. ഓക്കെ, ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലും റിഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂയിലും. ഓക്കെ, ഫസ്റ്റ് എൻട്രി എന്താ, ഫോർ റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ മണി നമുക്ക് കിട്ടുകയാണല്ലേ. എത്ര രൂപ കിട്ടുന്നത്, ഇഷ്യൂ പ്രൈസ് 110 രൂപയാണ് കേട്ടോ. ബാങ്ക് അക്കൗണ്ട് അറ്റർ ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ഫേസ് വാല്യൂ എഴുതരുത്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബാങ്കിലേക്ക് വരുന്ന എമൗണ്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഈ അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം, ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എൻട്രി എന്താ, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് നമ്മൾ ഡമ്മി അക്കൗണ്ട് ആണ്, ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് ക്രെഡിറ്റ് ആയിരുന്നു, ഡെബിറ്റ് ചെയ്തു. ഏതിലേക്കാ, ടു ഡിബഞ്ചർ അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഡിബഞ്ചർ അപ്ലിക്കേഷൻ്റെ എമൗണ്ട് 110 രൂപയായിരുന്നു അല്ലേ. ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് എത്ര രൂപ പോകുള്ളൂ, ഫേസ് വാല്യൂ 100 രൂപയെ പോകുള്ളൂ. ഒരു 10 രൂപയുടെ ഡിഫറൻസ് ഉണ്ടല്ലേ. ഈ 10 രൂപയുടെ ഡിഫറൻസ് നമ്മൾ എങ്ങടെ പോകുന്നത്, സെക്യൂരിറ്റി പ്രീമിയത്തിലേക്കാണ് പോകുന്നത്. ഇതെന്താണ്, ഒരു റിസർവ് അക്കൗണ്ടാണ്. ഓക്കെ, 4ാമത്തെ കേസ് എന്ന് പറയുന്നത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിലാണ്, റിഡീം ചെയ്യുന്നതും പ്രീമിയത്തിലാണ്. അതായത് ഫേസ് വാല്യൂ 100 രൂപ, ഇഷ്യൂ പ്രൈസ് 110 രൂപ, റിഡീം ചെയ്യുന്നത് 120 രൂപ. ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണ് ഇഷ്യൂ പ്രൈസും റിഡംഷൻ പ്രൈസും. ഓക്കെ, ഇനി എൻട്രി നോക്കാം അല്ലേ. ഫോർ റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. എമൗണ്ട് ഏതാ നമുക്ക് കിട്ടുന്നത്, ഇഷ്യൂ പ്രൈസ് അല്ലേ. ഇനി ഈ ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു പെർസെൻറ്റേജ് ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എത്രയാണ്, അപ്ലിക്കേഷൻ മണി എത്രയാണ്, 110 രൂപ അല്ലേ. ആ 110 രൂപ എഴുതി നമ്മൾ. ഇനിയോ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് എത്ര രൂപയെ പോകുന്നുള്ളൂ, ഫേസ് വാല്യൂ 100 രൂപയെ പോകുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഒരു എക്സ്ട്രാ 10 രൂപ ഇല്ലേ, അത് നമ്മൾ എവിടെ എഴുതും, സെക്യൂരിറ്റി പ്രീമിയത്തിൽ എഴുതും. എക്സ്ട്രാ നമുക്ക് കിട്ടിയ എമൗണ്ട് ഫേസ് വാല്യൂ 100 രൂപയായിരുന്നു, നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ 110 രൂപയാണ് അല്ലേ. അപ്പോൾ എക്സ്ട്രാ നമുക്ക് 10 രൂപ കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ എവിടെ എഴുതും, സെക്യൂരിറ്റി പ്രീമിയത്തിൽ എഴുതും. ഓക്കെ, ഇനി എന്തുണ്ട്, റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണല്ലേ. റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ 2 എലമെൻറ്റ് കൂടുതൽ വരും. എന്തൊക്കെയാണ്, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറും പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചറും അല്ലേ. അപ്പോൾ അവിടുത്തെ എമൗണ്ട് എത്രയായിരിക്കും, ഫേസ് വാല്യൂവിനേക്കാൾ എത്രയാണോ കൂടുതൽ അതായിരിക്കും അവിടെ വരുന്ന എമൗണ്ട്. ഇതെന്താണ്, നമ്മുടെ ക്യാപിറ്റൽ ലോസ് ആണ്, ഇത് നമ്മുടെ ലൈബിലിറ്റിയാണ്, നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടതാണ്. ആരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്,
ഫേസ് വാല്യൂ ആയിട്ടാണ് കേട്ടോ. ഇവിടെ 110ഉം ഇവിടെ 120ഉം കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എപ്പോഴും കമ്പാരിസൺ ഫേസ് വാല്യൂ ആയിട്ടാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ കേസ് നോക്കാം. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്, റിഡംഷൻ വരുന്നത് പാർ വാല്യൂയിലാണ്. അപ്പോൾ ഫേസ് വാല്യൂ 100 ആണ്, ഇഷ്യൂ പ്രൈസ് എത്രയാണ് 90 ആണ്, റിഡീം ചെയ്യുന്നതോ 100 തന്നെ. ഓക്കെ, അപ്പോൾ എൻട്രി എന്താ വരാം? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. എത്ര എമൗണ്ടാണ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏതാണോ എത്രയാണോ നമുക്ക് കിട്ടിയത് ആ എമൗണ്ടാണ് വരാം അല്ലേ. നമുക്ക് അപ്ലിക്കേഷൻ മണി ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെ വരാം? ഡിബഞ്ചർ ആപ്ലിക്കേഷനിൽ 90 റുപ്പീസ് ഉള്ളൂ അല്ലേ. അപ്പോൾ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു 90. എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക്. ഡിബഞ്ചർ അക്കൗണ്ടിൽ എന്ത് വേണം? ഫേസ് വാല്യൂ വേണം പോകാനായിട്ട്. ഫേസ് വാല്യൂ എത്രയാണ്? 100 അല്ലേ. അപ്പോൾ ഇവിടെ 90ഉം ഇവിടെ 100ഉം അല്ലേ, ഒരു 10 രൂപയുടെ ഒരു വ്യത്യാസമല്ലേ. അതാണ് എന്ത്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. നമ്മുടെ ക്യാപിറ്റൽ ലോസ് ആണ്. ഇവിടെ ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ആ എമൗണ്ട് എഴുതിയിട്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്നുള്ള എൻട്രിയാണ് എഴുതാം. അടുത്ത കേസ് നോക്കാം അല്ലേ. ഇത് നമ്മുടെ ലാസ്റ്റത്തെ കേസാണ്. കുറച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കേസ് കൂടിയാണ് കേട്ടോ. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. ഫേസ് വാല്യൂ 100 ആണ്, ഇഷ്യൂ പ്രൈസോ 90 അല്ലേ. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചതും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ തന്നെ. പക്ഷേ റിഡംഷൻ വില എത്രയാണ്? 120 ആണ്. ഇവിടെ നമുക്ക് ഈ എമൗണ്ടിൻ്റെ കേസിലാണ് കുറച്ചും കൂടി കൺഫ്യൂഷൻസ് ഉണ്ടാവുക. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ കമ്പാരിസൺ വരുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് എമൗണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെ വരാം? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് വരാം അല്ലേ, 90. അവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, തെറ്റരുത്. ഫേസ് വാല്യൂ അല്ല, ഇഷ്യൂ പ്രൈസാണ് വരേണ്ടത്. നമ്മൾ ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യാൻ പോകാം കേട്ടോ. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ എൻട്രി? ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 90 റുപ്പീസ്. നമ്മൾ എന്ത് ചെയ്യണം? ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് എഴുതുമ്പോഴോ ഫേസ് വാല്യൂ ആണല്ലേ 100. ആ ഡിഫറൻസ് ഇല്ലേ 10 രൂപ. അതെന്താണ്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആണ് അല്ലേ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച എൻട്രിയാണ്. ഇവിടെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇവിടെ 90 റുപ്പീസാണ്, ഇവിടെ 100 ആണ്. ആ ഡിഫറൻസ് നമ്മളെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആണ്. ശ്രദ്ധിക്കേട്ടാ, വേർഡ്സൊക്കെ ശ്രദ്ധിക്കണേ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആണ് അല്ലേ. ഇനി നമ്മൾ ക്വസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇത് പ്രീമിയം ആണല്ലേ. പ്രീമിയം വരുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? 2 എലമെൻറ്റ് കൂടുതൽ വേണമെന്ന് പഠിച്ചു അല്ലേ. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറും പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചറും അല്ലേ. ഇതെന്താണ്? നമ്മുടെ ക്യാപിറ്റൽ ലോസ് ആണ്. ഇത് നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ടാണ്. ഇവിടെ എമൗണ്ട് കുറച്ചധികം ഉണ്ട്, അതുപോലെ എൻട്രീസ് കുറച്ചധികം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട, മനസ്സിലാക്കി വയ്ക്കുക. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട് അല്ലേ. ഇവിടെ എത്ര രൂപ ഉണ്ടായിരുന്നു? ഡിബഞ്ചർ ആപ്ലിക്കേഷനിൽ എത്ര ഉണ്ടായിരുന്നു? ആ എമൗണ്ട് എഴുതാം. ഡിബഞ്ചർ അക്കൗണ്ടിലോ ഫേസ് വാല്യൂ എഴുതാം. ഇനിയോ ആ ഡിഫറൻസോ നമ്മൾ ഡിസ്കൗണ്ടിലല്ലേ ഇഷ്യൂ ചെയ്തത്, അതുകൊണ്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അല്ലേ. ഏത് സൈഡിൽ എഴുതാം? എവിടെയാണോ കുറവ് അവിടെ അല്ലേ. അപ്പോൾ ഈ കുറച്ച് അധികം എൻട്രി വന്നു എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട, എളുപ്പമാണ്, ഒന്ന് ചിന്തിച്ചാൽ മതി. നെക്സ്റ്റ് എന്താ? ഇവിടെ പ്രീമിയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡീം ചെയ്യുന്നത് അല്ലേ. പ്രീമിയത്തിൽ റിഡീം ചെയ്യുമ്പോൾ ആര് കൂടെ വരും? ഈ 2 ആൾക്കാരും കൂടെ വരും. ലോസ് ഓൺ ഇഷ്യൂ, പ്രീമിയം റിഡംഷനും. അതിൻ്റെ എമൗണ്ട് എത്രയാണ്? ആരായിട്ട് കമ്പയർ ചെയ്യണ്ടേ? 90 ആയിട്ടല്ല കേട്ടോ, ഫേസ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ എത്രയാണ്? 100ഉം 120. ഡിഫറൻസ് എത്രയാണ്? 20. ആ 20 ആണ് ഇവിടെ എമൗണ്ട് ആയിട്ട് വരാം. ഇനി ഈ പാഠത്തിൽ കുറച്ചുകൂടെ ടോപ്പിക്സ് ബാക്കിയുണ്ട്. പിന്നെ നമുക്ക് പ്രോബ്ലം കൂടി ചെയ്യണം അല്ലേ. അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.